പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കണ്ണൂരിൽ നിന്നും 10 വർഷം മുന്നേ കാണാതായ ദിയ ഫാത്തിമയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. ദിയ ഫാത്തിമയുമായുള്ള വിഷയം എന്ന് പറയുമ്പോൾ അറിയുന്നവർക്കൊക്കെ, ഇതുമായി ബന്ധപ്പെട്ട് അറിയുന്നവർക്കൊക്കെ അറിയാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം കേൾക്കാം. മുന്നേ എന്നെ അറിയാത്തവരോട് ഞാൻ പറയുകയാണ്, ഞാനൊരു ഉസ്താദല്ല. എന്നെ ഉസ്താദാകാൻ വേണ്ടി ഉപ്പ പഠിപ്പിച്ചതാണ്. അതിൻ്റെ ഇടയിൽ ഉപ്പ മരണപ്പെട്ടു, പിന്നെ ജോലിക്ക് പോകേണ്ടി വന്നു. അപ്പോൾ എന്നെ അറിയുന്നവർക്കൊക്കെ അതറിയാം. അല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ ഞാൻ കമൻറ്റിൻ്റെ അടിയിൽ തന്നെ ഞാൻ പറയാറുണ്ട്, ഞാനൊരു ഉസ്താദല്ല. പിന്നെ ഞാൻ ചെയ്യുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, നിങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ഉസ്താദുമാകണ്ട, ഒരു പണ്ഡിതനുമാകണ്ട. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും പറ്റും അല്ലേ? പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ഉസ്താദോ പണ്ഡിതനോ ഒന്നും ആകണ്ട, ആർക്കും പ്രാർത്ഥിക്കാം. ആരുടെ പ്രാർത്ഥനയാണ് പടച്ച റബ്ബ് കേൾക്കുക എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ ഇത് നിസ്കാര തൊപ്പിയാണ്, 50 രൂപക്ക് വാങ്ങിയ നിസ്കാര തൊപ്പിയാണ്. ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഉസ്താദൊന്നല്ല. ഇത് നമുക്ക് പട്ടം കിട്ടിയ തൊപ്പിയൊന്നല്ല, 50 രൂപക്ക് വാങ്ങുന്ന നിസ്കാര തൊപ്പിയാണ്. വേറെ എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? പിന്നെ പറയുന്നതായിട്ട് ദിയ ഫാത്തിമയുടെ കാര്യത്തിൽ ഞാൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അല്ല, ഞാൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ മറ്റേ വിവാഹാലോചനമായിട്ട് പോകുന്നതാണ് ഞാൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ? അതും കൂടി തെളിയിക്കലല്ലേ? അപ്പൊ ഞാൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയെന്ന് പറയുന്നു, അത് ജനങ്ങളെ മുന്നിൽ എത്തിക്കലല്ലേ? ഇങ്ങനൊരു മനുഷ്യനെ ദുനിയാവിൽ നിന്ന് നാണം കെടുത്തണം, അതല്ല ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഈ ദിയ ഫാത്തിമയെ കാണാതായിട്ട് 8 വർഷമായി. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നത്. ദിയ ഫാത്തിമ മോളെ കണ്ടുപിടിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരാളാണ് കണ്ടുപിടിച്ചെടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇയാൾക്ക് വേണ്ടി ദുആ ചെയ്ത്, ആ മകളെ എങ്ങനെ കിട്ടാനും ആ കുടുംബത്തിന് വേണ്ടിയൊക്കെ ദുആ ചെയ്ത്, ഈ കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാരെ കൊണ്ട് ഞാൻ ദുആ ചെയ്യിപ്പിച്ചു. അതാണ് ഞാൻ ചെയ്ത ആകെയുള്ളൊരു തെറ്റ്. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയെന്ന് പറയാൻ കാരണം എന്താ കുത്തിത്തിരിപ്പ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങൾ മകൾക്ക് വേണ്ടി വിവാഹാലോചനക്ക് പകരം ഞാൻ അവരെ മുടക്കിയതാ? ഞാൻ നിങ്ങളോട് പറഞ്ഞതാ ദിയ ഫാത്തിമയുടെ കേസ് അന്വേഷിക്കേണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കാതിരിക്കോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിക്കാതിരിക്കോ? അല്ല, ഉപ്പാനോട് പറഞ്ഞാൽ നിങ്ങൾ ഓൻ്റെ അടുത്ത് പോകണ്ട, ഓൻ അന്വേഷിക്കാന്ന് പറഞ്ഞാൽ അയാൾ സമ്മതിക്കോ? ഇതൊന്നും ഞാൻ പറയുന്നല്ലേ. പ്രിയപ്പെട്ടവരെ, സ്വന്തം ഉപ്പ പറയുന്നത് നമുക്ക് കേട്ടൂടെ? ആ ഉപ്പയല്ലേ പറയുന്നത്? ഉപ്പ പറയുന്നല്ലേ നമ്മൾ കേൾക്കേണ്ടത്? ഒരു പെൺകുട്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾ അത് ചെയ്ത് ഇത് ചെയ്ത് എന്നൊക്കെ പറയുന്നു. ഞാൻ പറയുന്നത്, നിങ്ങൾ തെളിവ് സഹിതം കൊണ്ടുപോവാ. ഈ ആഷിം റൂബീനെ കുത്തിത്തിരിപ്പുണ്ടാക്കി, എന്താ കുത്തിത്തിരിപ്പുണ്ടാക്കിയത്? അത് ജനങ്ങളിൽ എത്തിക്കൂ പ്ലീസ്. ഞാൻ പറഞ്ഞ വോയിസ് ഉണ്ട്, അത് ജനങ്ങളിൽ എത്തിക്കൂ. എൻ്റെ വീഡിയോസ് ഉണ്ടെങ്കിൽ അത് ജനങ്ങളിൽ എത്തിക്കൂ, അവർക്ക് മനസ്സിലാകട്ടെ. ഞാൻ അനുവദിച്ചല്ലോ എൻ്റെ വോയിസ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടാനും, ഞാൻ അനുമതി തരുന്നു. പിന്നെന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമില്ല. എൻ്റെ വോയിസ് നിങ്ങൾ എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കണം, അതല്ലേ വേണ്ടത്. ഞാൻ എന്ത് വേണമെങ്കിലും തയ്യാറാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നേക്കണത് എന്താ പറയാ, ഇമാതിരി പരദൂഷണവും അതുപോലെ തന്നെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരു അതും ആണുങ്ങൾ ഇങ്ങനെ പരദൂഷണം ഏത് മറ്റേ വിവാഹാലോചനത്തിന് പോയതല്ലേ പരദൂഷണം പറയാൻ? എന്തെങ്കിലും പറയുന്ന എനിക്ക് യാതൊരു എന്തെങ്കിലും അർത്ഥം ഉണ്ടോ? കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന എനിക്കൊരു അത്ഭുതമായിട്ട് ഇയാളെ കുറിച്ച് പറയുമ്പോ മറ്റാരും അല്ല, ഹാഷിം റുബീന എന്ന് പറഞ്ഞ യൂട്യൂബർ ഉണ്ട്. എന്താ പറയാ, ഇപ്പൊ മുളച്ചു പൊന്തി വന്നിട്ടേ ഇപ്പൊ കുറച്ച് റീച്ച് ഒക്കെ ഉണ്ട്. അതുപോലെ ഞാൻ ഇപ്പൊ മുളച്ചു പൊന്തിയതാണ് അത്രേ. അത് തന്നെ ഒരു കളത്രല്ലേ? എൻ്റെ അബൌട്ട് പേജിൽ എടുത്താൽ കാണാം ഞാൻ എപ്പോഴാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന്. അത് കളത്രം പറയാൻ പറ്റുമോ? വേണ്ട, എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും എൻ്റെ മാറ്റങ്ങൾ. സബ്സ്ക്രൈബ് ഒക്കെ ഉണ്ട്, 10,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. അതിന്റെ അഹങ്കാരം നല്ലോണം അയാൾക്ക് ഉണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ട് ചെയ്തല്ല, ജനങ്ങൾ ചെയ്തതാ. ചെയ്ത് ഭയങ്കര പുച്ഛമാണ്. നമ്മുടെ 20 സബ്ബൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മൾ ചെറിയ യൂട്യൂബേഴ്സ് ഒക്കെ അയാളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് ഭയങ്കര പുച്ഛമാണ് അയാൾക്ക്. അപ്പൊ എന്ത് പുച്ഛമാണെങ്കിലും ഞാൻ നിങ്ങളെ കുറിച്ച് പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. എന്ത് പുച്ഛാന്നാ പറയുന്നത്? ഞാൻ ഇവരോട് സംസാരിച്ചില്ല പുച്ഛം എന്ന് പറയാൻ. ഞാൻ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ. ഞാൻ ഇവരുമായിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി. എന്താ കല്യാണ ആലോചന മറ്റാണ് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കാന്?
ഇപ്പൊ എന്ത് പറഞ്ഞാലും ശരി നിങ്ങളെ പറയാനുള്ളത് ഞാൻ കണ്ടത് ഞാൻ പറയും. പറയണോ? കാണിച്ചു കൊടുക്കണോ തെളിവ് സഹിതം? ദിയ ഫാത്തിമയുടെ വീഡിയോ വരുന്നുണ്ട്, യൂട്യൂബിലൊക്കെ വരുന്നുണ്ട്. ജൂലൈ നമ്പലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിയ ഫാത്തിമയുടെ ഒരു വീഡിയോ ഇയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ദിവസം തമ്പനയിൽ ഇട്ടിരിക്കുന്നത് ആ കുഞ്ഞിനെ 18 വർഷമായിട്ട് കാത്തിരിക്കുന്നു. കറക്റ്റായിട്ട് അത് കറക്റ്റാണ് കേട്ടാ പറഞ്ഞത്. 18 വർഷം എന്താ അറിയോ, ഉള്ളത് തന്നെ പറയണല്ലോ. ഞാൻ മറ്റേ റഹീമിൻ്റെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈറ്റിൽ എഴുതിയത് മാറിപ്പോയി. 18 അത് അപ്പാടനെ ഞാൻ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോ, അത് തെറ്റായിപ്പോയാ, ക്ഷമിച്ചാളാ. അത് 8 വർഷമെന്ന് എഴുതേണ്ടത് അങ്ങനെ ആയിപ്പോയതാ. അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് പറഞ്ഞ കറക്റ്റാണ്. 18 വർഷമെന്ന് ഞാൻ റഹീമ 18 വർഷമായില്ലേ. അപ്പോൾ അത് ഇതിൽ ടൈറ്റിൽ എഴുതിപ്പോയതാ. എന്നാൽ എനിക്ക് വേറെ ജോലിയുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് വേഗം ധൃതിയിൽ ചെയ്യുമ്പോൾ പറ്റിപ്പോയതാണ്. സോറി. അറിയില്ലെങ്കിൽ എന്തിനാ പറയാൻ നിൽക്കുന്നത്? കറക്റ്റ് ആയിട്ടുള്ള അറിയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ വിളിച്ചു പറ. അറിയാത്ത കാര്യങ്ങൾ ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കുറിച്ച് ഒരാൾ കുറ്റം പറയുന്ന സമയത്ത് അവിടെ ഏറ്റുപിടിച്ചിട്ട് അയാളെ ഒന്നും അല്ലാതാക്കുന്ന രീതി ഉണ്ടല്ലോ, അത് നിങ്ങൾ മാത്രം ഒന്നും അല്ലാതാക്കുള്ളൂ. അയാളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോവും. കേട്ടില്ലേ? എന്തെന്നായാലും എന്നെ പറ്റി എന്തുണ്ടെങ്കിലും എൻ്റെ വീട് ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണം. അതാണ് ചെയ്യേണ്ടത്. എനിക്കിപ്പോൾ ഇത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്നറിയോ? ഞാൻ എൻ്റെ വീഡിയോ ക്ലിപ്പാ എൻ്റെ വോയിസ് ക്ലിപ്പായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇട്ടേക്ക്, ജനങ്ങളിലേക്ക് എത്തിക്ക്. പിന്നെ ജുനൈദ് ഒരു കാര്യം പറഞ്ഞതിൽ സത്യം, അതിന് ഒരുപാട് താങ്ക്സും ഉണ്ട്. ഇന്നലെ എനിക്ക് വീഡിയോ അയച്ചു തന്നതാ ഒരാൾ. അപ്പോൾ ഇന്നലെ അതിൽ പറയുന്നുണ്ടായിരുന്നു, ഒന്നും കുറ്റം പറയാൻ കിട്ടായിട്ട് പറഞ്ഞതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഏതോ സ്ത്രീകളെ ഫോളോ ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കയറി ചെന്ന് നോക്കി കേട്ടാ, ഉള്ളതാണ്. ഒരു 3 സ്ത്രീകൾ അതിൽ ഉണ്ടായിരുന്നു. അത് എങ്ങനെയോ പെട്ടുപോയതാ. അത് ഞാൻ അൺസബ് ചെയ്തിന്, അല്ല എന്താ പറയുക, അൺഫോളോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരാളെ പറ്റി ഒരാൾ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടെന്നെങ്കിലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ ജുനൈദ് പറഞ്ഞ ഞാൻ ഇന്ന് പെൺകുട്ടികളെ എനിക്ക് ആകുള്ള കുറ്റം തോന്നിയത് അതാ. സത്യം പറഞ്ഞത് സത്യമായിട്ട് തോന്നിയത് ആ കാര്യമാണ്. രണ്ട് മൂന്ന് സെക്സി ആയിട്ടുള്ള പെൺകുട്ടികളെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഫോളോ ചെയ്താൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾ എന്തായാലും അത് കാണുമല്ലോ. അങ്ങനെ ഒരു വിഡിത്തം ഞാൻ ചെയ്യുമോ? പിന്നെ അന്നത്തെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അങ്ങനെ ഒന്നും വീഡിയോ ഒന്നും ഇടാറില്ല. എപ്പോഴും കൂടുമ്പോൾ ഒരു പോസ്റ്റ് ഇടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്ക്രോൾ ചെയ്ത് ഫോളോ ചെയ്ത് പോയിട്ടുണ്ടാവും. അത് ഞാൻ അൺസബ് ചെയ്ത്. ഇനിയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരണം കേട്ടോ. അതൊരു വലിയ ഉപകാരം തന്നെയാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓരോ വീഡിയോ ഇട്ടിട്ടുണ്ടാകുക അവർക്ക് വേണ്ടി ദുആ ചെയ്തതും അങ്ങനെയുള്ള വീഡിയോകളാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ക്ലിപ്പ് എടുത്ത്, ഞാൻ ഒരു സ്ട്രൈക്കും തരില്ല. എന്തെങ്കിലും ക്ലിപ്പ് എടുത്തിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതുപോലെ ഒരു ബോധ്യപ്പെടുത്തലാണ് ഞാൻ ഇന്ന് നടത്താൻ പോകുന്നത്. ഞാൻ പറയുന്നല്ല, ഞാൻ ഓരോ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും സ്വന്തം ഉപ്പ പറയുന്ന മകളെ പറ്റി സ്വന്തം ഉപ്പ പറയുന്നത് നമുക്ക് വിശ്വസിച്ചുകൂടും. സുഹൃത്തുക്കളെ, നിങ്ങൾ തന്നെ ഒന്ന് പറയാം. അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോവാം. ആരെങ്കിലും വന്ന് തോന്നിയ പോലെ പറഞ്ഞാൽ അതങ്ങനെ വിശ്വസിക്കാം. എന്തെങ്കിലും ഒരു തെളിവ് സഹിത ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുക. ഇതാ ഇയാൾ ഇങ്ങനെ പറഞ്ഞ്, ഇയാൾ ഇങ്ങനെ ചെയ്ത്, ഇതാ ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ ഇത്ര ആളെ ഫോളോ ചെയ്ത്, അങ്ങനെ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുമ്പോഴല്ലേ ആൾക്കാർക്ക് ഒരു വിശ്വാസം ഉണ്ടാകുക. അങ്ങനെ ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ദിയ ഫാത്തിമയുടെ ഉപ്പ ഷുഹൈലിൻ്റെ വോയിസാണ്. അപ്പോൾ ഇതെനിക്ക് പെർമിഷൻ തന്നതാണ് ഈ ഒരു വോയിസ് വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താൻ. അപ്പോൾ ഇതിൽ എല്ലാം എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല, ചിലത് ഉൾപ്പെടുത്താൻ പറ്റാത്ത വാക്കുകളൊക്കെ ഉണ്ട്. ഞാൻ ഒരു സെലക്റ്റീവായിട്ടുള്ള നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇതൊന്നും ഞാൻ പറയുന്നല്ല, ഇനി എന്നെ പറയണ്ട. ഇതൊന്നും ഞാൻ പറയുന്നല്ല കേട്ടോ. ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും. ഇതിനു വേണ്ടിയാണ് എന്നെ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഇനി ഇവർക്ക് എന്നോട് ദേഷ്യം തോന്നാൻ കാരണം എന്താണെന്നറിയോ? എനിക്ക് ഇവരോട് ഒരു സംശയം തോന്നാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ദിയ ഫാത്തിമയുടെ നമ്പറൊന്നും എൻ്റെ അടുത്തില്ല. എനിക്കങ്ങനെ നമ്പർ കിട്ടി. അങ്ങനെ ആ നമ്പറിൽ വാട്സപ്പ് കിട്ടി. ആ വാട്സപ്പിലൂടെ ഞാൻ ചോദിച്ച്, ഇങ്ങനെ ഒരാൾ നിങ്ങളെ കേസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അത് ഉള്ളതാണ്. അത് ദിയ ഫാത്തിമയുടെ വീട്ടുകാർ ഇയാൾക്ക് അയച്ചു കൊടുത്ത്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് എന്നെ സംശയിച്ചുകൊണ്ട് ചോദിക്കുന്നതാണല്ലോ. അത് ഞാനെന്താ ചോദിച്ചേ, ഇങ്ങനെ ഉള്ളതാണോ എന്നല്ല ചോദിച്ചത്. ദിയ ഫാത്തിമയുടെ കേസ് ഇങ്ങനെ അന്വേഷിക്കുന്നത് ജുനൈദാണോ എന്ന് ചോദിച്ച്, അത് സംശയാധീനം ചോദിച്ചതാണ്. അതൊന്നും ചോദിക്കാൻ പറ്റില്ലേ? നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. ആ ഒരു സംശയാധീനം ഞാൻ ചോദിച്ചതാണ്. അത് ഇയാൾക്ക് പറ്റിയില്ല. അപ്പോൾ ദിയ ഫാത്തിമയുടെ ഉമ്മയുമായിട്ട് ഞാനെന്തോ കുത്തിത്തിരിപ്പുണ്ടാക്കിയെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ആ ഒരു വോയിസ് ഒന്ന് ഇടാനുള്ള അനുമതി ഞാൻ നൽകുന്നു. നിങ്ങൾ അതൊന്ന് ഇട്ട് കേൾപ്പിച്ചു കൊടുക്കണം. അപ്പോൾ എന്നെ തെറ്റിദ്ധരിക്കുന്നവരോടാണ് പറയുന്നത്,
ആ വോയിസ് ഒന്ന് അവനോട് ഇട്ടിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ വേണ്ടി പറയണം. പിന്നെ എൻ്റെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും ഒന്ന് കേൾപ്പിച്ച് വെളിപ്പെടുത്താൻ വേണ്ടി പറയണം. അപ്പോൾ ഷുഹൈൽ എനിക്ക് അനുമതി നൽകിയ ക്ലിപ്പാണ്, ഒരുപാടുണ്ട്. ഇതിപ്പോൾ കുറച്ച് സെലക്റ്റീവായ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. നിനക്ക് തല്ലയുടെ ഞാൻ എന്നെ വെല്ലുവിളിക്കുന്നത്, നിനക്ക് തല്ലയുടെ ആണത്തോണ്ട് നീ എന്റെ മുന്നിൽ വാ. ആണത്തിന് ആനന്ദം എണീച്ചാ നിനക്ക് കേട്ടാ ശരിക്കുള്ള. ഇതിപ്പോ ജുനൈദിനോട് ഇന്നലെ മറ്റാണെന്ന് തോന്നുന്നു ദിയ ഫാത്തിമയുടെ ഉപ്പ അവരുടെ വാട്സപ്പിൽ അയച്ച ഒരു വോയിസ് ക്ലിപ്പാണ്. ഞാനല്ല, ദിയ ഫാത്തിമയുടെ ഉപ്പ അവര് തന്നെ എനിക്ക് അയച്ചു തന്നത്. ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വരാനാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പോയിക്കൂടെ? ഒരു ആണത്വമുള്ളവനാണെങ്കിൽ നേരിട്ട് പോരാനാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിയല്ലേ? അത് ശരിയല്ലേ? നേരിട്ട് കാണുന്നതല്ലേ ഏറ്റവും നല്ലത്, ഇങ്ങനെ വീഡിയോ ഇട്ട് കളിക്കുന്നതിനേക്കാൾ. നിങ്ങൾ തന്നെ പറ, അത് തന്നെയല്ലേ ശരി? നേരിട്ട് കാണുന്നതല്ലേ നല്ലത്? ഞാൻ മുമ്പേ ചോദിച്ച ചോദ്യമാണിത്. ഇപ്പോൾ ദിയ ഫാത്തിമയുടെ പേരിൽ നമ്മളിങ്ങനെ വീഡിയോ ഇട്ട് കളിക്കുന്നതിന് പകരം നമുക്ക് റിയൽ ആയിട്ട് നേരിട്ട് അന്വേഷിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾക്ക് ചൂടായി. ഇതൊക്കെയാണ് ഞാൻ ഇവർക്ക് എതിരായത്. ഇത് പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരുപാട് ആൾക്കാർ. എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ താഴെ കമന്റ് ചെയ്യും. ഇതിപ്പോ ഞാൻ, ജുനൈദ്, ആരൊക്കെ ഉള്ള, നമുക്ക് വേണമെങ്കിൽ 4 പേർക്ക് ഇരുന്നിട്ട് ഒരു നുണ പരിശോധന, ഒരു വീഡിയോ തന്നെ ആക്കിയിട്ട് ഇടാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. ഇതിനൊക്കെ നിങ്ങൾ ഒരുങ്ങണം. വെറുതെ ആൾക്കാരെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാര്യമില്ല. ഉള്ളതുപോലെ തന്നെ പറയണം. നമ്മൾ അനുമതി നൽകുന്നു, നമ്മളെ തെളിയിക്കാൻ വേണ്ടി അനുമതി നൽകുന്നുണ്ട്. പിന്നെ എന്താ പ്രശ്നം? ജനങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കണം. അല്ലാതെ നിങ്ങൾ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ കുത്തിത്തിരിപ്പാക്കി ഇത് മനസ്സിലാകാത്ത കുത്തിത്തിരിപ്പ് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ മോക്ക് വേണ്ടിയിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടാ ആ മോളെ കാര്യം നിങ്ങൾ അന്വേഷിക്കണ്ടേ, അവർ പോക്കാ, എന്താ ഈ പറയുന്നത്? പെണ്ണുങ്ങളെപ്പുറം കൂടിയിട്ട് പെണ്ണുങ്ങളെ ബുദ്ധിയായി പോയാ. ഇതൊന്നും കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോ ഒരാൾ എന്തെങ്കിലും നമ്മളോട് പറയുമോ അത് നമ്മൾ എന്തുകൊണ്ട് എന്നെങ്കിലും ചിന്തിക്കണം. ഇതിപ്പോ അയാൾ പറഞ്ഞ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു 3 സ്ത്രീകളെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത്? അയാൾ എന്തിനാ ഇവിടെ ഇത് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. പിന്നെ ഒന്ന് ചിന്തിക്കേണ്ടത്, ഞാനിങ്ങനെ 3 പേരെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അത് കാണില്ലേ? ഞാനങ്ങനെ ഫോളോ ചെയ്താലും നിങ്ങളൊക്കെ അങ്ങനെ കാണില്ലേ? അപ്പോൾ ഫോളോ ചെയ്തു പോയതാണ്, കൈതട്ടിപ്പോയതാ. ഞാൻ യൂട്യൂബിലല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ വരാറില്ല. അത് തന്നെ അവരുടെ വീഡിയോ കാണണമെങ്കിൽ ഫോളോ ചെയ്യണം തന്നെ ഇല്ലല്ലോ. അല്ലാതെ തന്നെ വീഡിയോ കണ്ടുകൂടെ നമുക്ക്? എന്ത് വിഡിത്ത പറഞ്ഞു പഠിപ്പിക്കുന്നത്? ഈ വോയിസ് എവിടെ എനിക്ക് കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല, നീ എവിടെ എനിക്ക് കുഴപ്പമില്ല കേട്ടാ. നീ അറിഞ്ഞ് മനസ്സിലാക്കോ. നീ കുട്ടിന്റെ കേസോട്ടം പറഞ്ഞ് നീ വീഡിയോ ചെയ്തപ്പോ നിനക്ക് റീച്ച് ഉണ്ടായി നമ്മളൊരു വിഷയമല്ല. പക്ഷെങ്കിൽ ഞാൻ ഇതായിട്ട് വീഡിയോ വന്നപ്പോ നിനക്ക് കുഴപ്പമല്ലേ? നീ വീഡിയോ ചെയ്തതിന് നിനക്ക് മലപ്പുറത്ത് ഒരു വീട് കിട്ടിയെന്ന് പറഞ്ഞു. നീ വീട് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ വീട് നീ ബിസിനസ് ആക്കി നടത്താൻ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞു റഫീഖിനോട് പറഞ്ഞ്. ഇതൊക്കെ ജുനൈദിനോട് ദിയ ഫാത്തിമയുടെ ഉപ്പ പറയുന്നതാണ് കേട്ടോ. ഫോണില്ലാന്ന് പറഞ്ഞപ്പോ നിനക്ക് ഭയങ്കര ഇതായി. എന്നിട്ട് നീ എന്ന് വിചാരിച്ചേ നിന്റെ അടുത്ത് കള്ളത്തരം ഉണ്ടെന്ന് നീ പൊരിക്കപ്പോഴും അറിയുന്നുണ്ടല്ല. നീ നമ്മൾ വിട്ട വോയിസും കാര്യങ്ങളൊക്കെ നീ അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ ചെയ്തില്ല, കാരണം നമുക്ക് കള്ളത്തരമില്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും റെക്കോർഡ് ചെയ്തില്ലല്ലോ. മനസ്സിലാ? ഈ ലാസ്റ്റ് ടൈമിൽ നിന്നെ കുറിച്ച് അറിഞ്ഞപ്പോ റെക്കോർഡ് ചെയ്തേ. പക്ഷെ നീ പറഞ്ഞ തെളിവുണ്ട് മറ്റേണ്ടെന്ന് പറഞ്ഞ് നീ വന്നില്ലേ? എടാ നിനക്ക് അറിയായിരുന്നു നീ വെറും കള്ളനാണ്. നീ കള്ളനായോണ്ട് എന്തെങ്കിലും ഒരിക്കൽ ഞാൻ പിടിക്കപ്പെട്ടാല് അത് പുറത്തു വരുന്ന അറിയുന്നോണ്ടല്ല നീ നമ്മളെ എല്ലാ റെക്കോർഡും നീ അവിടെ വെച്ചിട്ട് നീ വലിയ ആളാകുന്നേ. നീ അതല്ലേ ആളാകുന്നേ. നമുക്ക് കള്ളത്തിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. നമ്മള് പച്ചക്ക വിശ്വസിച്ച മനസ്സിലായിട്ട് നീ അന്റെ പോലെ വിശ്വസിക്കുമ്പോ നീ ഒന്ന് ഓർക്കണം, നിനക്കും മക്കളുണ്ടാ. അടുത്ത തമ്പുരാണ്ടെങ്കിൽ നീ അത് അനുഭവിക്കും. അറിഞ്ഞു ചൈലാലും അതിന്റെ അപ്പത്തേക്ക് നീ പോവില്ല. നീ മനസ്സിലാക്കോ. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇവരുടെ മകളെയാണ് ജുനൈദ് കണ്ടെത്തി കൊടുക്കാമെന്ന് പറഞ്ഞത്. ഈ കാര്യത്തെക്കുറിച്ച് ഞാനും പോലീസുകാരോട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടില്ലേ, എനിക്ക് ഈ കേസിൽ ഇടപെടാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഒരുപാട് തെറിവിളികളും വെല്ലുവിളികളും നടത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഈ ദിയ ഫാത്തിമയുടെ ഉപ്പയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഖാദർ കരിപ്പോടിയെ പോലുള്ള ആളെ കൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യിപ്പിച്ചാൽ എന്തെന്നായാലും അതിനൊരു തീരുമാനം ഉണ്ടാവും. അപ്പോൾ ഈ മകളുടെ കാര്യവുമായി വരുന്നവരൊക്കെ ഇയാള് ജുനൈദ് മുടക്കുന്നുണ്ട് എന്നാണ് ഈ ഉപ്പ പറഞ്ഞത്. അതുകൊണ്ട് ഞാനൊരു ജംഷീറിനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മകളെ കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ.
ജംഷീറിനെ ഇവർ മുടക്കി. ഖാദർ കരിപ്പോടിയെ ബന്ധപ്പെടാൻ പറഞ്ഞപ്പോൾ അതും മുടക്കി. അതൊക്കെ ഈ ഉപ്പ പറഞ്ഞതുള്ളതാണ്. ഇനി ഈ കേസ് കെട്ടുമായി വരാൻ പോകുന്നത് നിങ്ങൾക്ക് കണ്ടറിഞ്ഞ് തന്നെ കാണാം. ഇതിൻ്റെ കേസിൻ്റെ ഒരു സത്യാവസ്ഥ ദിയ ഫാത്തിമയെ കിട്ടുമോ കിട്ടില്ലേ എന്നല്ല, ഇതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഒരു നുണ പരിശോധന തന്നെ നടത്താനുള്ള ആളാണ്. നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം അടുത്ത ദിയ ഫാത്തിമയുടെ ഈ ഒരു വിഷയമായിട്ട് വരുന്നത്. ഒരു ചങ്കുറ്റമുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ്. എന്തെന്നായാലും അവനൊരു കേസ് കെട്ടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞേ അവൻ പിന്മാറുകയുള്ളൂ. അങ്ങനെയുള്ള ഒരാളാണ് ഇനി ദിയ ഫാത്തിമയുടെ വിഷയവുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത്. ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ഇടുന്നവർക്ക് പോലും പണി കിട്ടും. നിങ്ങൾ ഫേക്ക് അക്കൗണ്ടിൽ വന്ന് കമൻ്റ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രമേ നോക്കുള്ളൂ. അതിൻ്റെ പേരല്ല, അതിൻ്റെ ജിമെയിൽ അല്ല, ആ ഫോണ് ആരുടെ കയ്യിലാണ് ഉള്ളത്, അങ്ങനെയാണ് ആളെ കണ്ടെത്തുന്നത്. ഞാൻ ഈ പറഞ്ഞ ആള് കമൻ്റ് വരെ ചെക്ക് ചെയ്ത് അതിനെ വരെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം വന്നാൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. ഇനി അദ്ദേഹത്തെ കൂടി മുടക്കുമോ എന്നറിയില്ല. 2 ദിവസം കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അദ്ദേഹത്തിന് വന്നിട്ട് ഇതിനൊരു തീരുമാനം കണ്ടെത്താൻ പറ്റട്ടെ. എല്ലാവരും ദുആ ചെയ്യാം. പിന്നെന്താ അറിയണ്ടേ? അപ്പോൾ നിങ്ങൾ ജുനൈദിനോട് ആവശ്യപ്പെടാം, തെളിവ് സഹിതം കാണിച്ചു തരാൻ വേണ്ടി പറയാം. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നു. കുട്ടിനെ കിട്ടാൻ വേണ്ടി എങ്ങനെ നരകയാതന അനുഭവിച്ചിട്ട് ഇതാക്കുമ്പോ നീ എല്ലാം പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇതാക്കാം അല്ലേ? നിനക്ക് ആണത്തുണ്ട്. നീ ഇന്നലെ എന്നെ ഫോൺ വിളിക്കും, അതില്ലാതെ നിനക്ക് മനസ്സിലായടാ. നീ കാണത്ത് നിന്നോട് ഞാൻ പറഞ്ഞ പച്ചക്കട ഒരാണിനോട് ഒരാണിനോട് വെല്ലുവിളിക്കുമ്പോ അത് സ്വീകരിക്കാനുള്ള മനസ്സുള്ളവരുടെ ആണ്. എന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞു, നീ തന്റെ ആണാണ്, നീ വിളിക്കടാ, തന്തൊക്കെ പറഞ്ഞാ വിളിക്കടാന്ന് പറഞ്ഞു. നീ വിളിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി നിനക്ക് ആണത്തില്ല. അത് മനസ്സിലായ? അതിന് മാത്രമുള്ള ആണത്ത് നിനക്കില്ല. അതാ നിനക്ക് മീശയില്ലാത്തത് കേട്ടാ. നിനക്ക് മീശയില്ലാത്തത് നിനക്ക് ആണത്തില്ലാത്തോടാ. ആണത്തുണ്ടെങ്കിൽ നീ എന്റെ ഫോണിലേക്ക് ഇട്ടത് എന്റെ ഓളെ ഫോണിലേക്ക് ഇട്ട് നീ എന്ത്? അപ്പോ ഇതൊക്കെ ഉപ്പ എന്നോട് പറഞ്ഞതല്ല, ഈ നിങ്ങളെ കേസ് കെട്ട് അന്വേഷിക്കുന്ന ജുനൈദിനോട് പറഞ്ഞതാ. ഒരുപാട് ക്ലിപ്പുകളുണ്ട്, ഒരുപാട് വോയിസ് ഉണ്ട്. അപ്പോൾ അത് ആവശ്യമെങ്കിൽ കുറച്ച് തെറികളൊക്കെ ഉൾപ്പെടുന്ന വോയിസാണ്. അതുകൊണ്ടാണ് ഞാൻ ചിലത് കേൾപ്പിക്കാത്തത്. അപ്പോൾ അടുത്ത് തന്നെ കൂടുതൽ വോയിസ് ക്ലിപ്പുകളും ശരിയായ ഒരു തെളിവുകളും ഒക്കെ കാണിച്ചുകൊണ്ട് ഇനി ഒരുപാട് വോയിസ് ക്ലിപ്പ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വഴിയെ കേൾക്കാം. ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അടുത്ത ദിയ ഫാത്തിമയുടെ ഈ കേസ് കെട്ടുമായി വരുന്ന അയാൾ തെളിവ് സഹിതം എല്ലാം പുറത്താകും. അപ്പോൾ വോയിസ് ക്ലിപ്പായാലും പൈസ അയച്ചിട്ടുണ്ടോ എന്നോ ഒക്കെ അവർ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതായിരിക്കും. പിന്നെന്താ നിങ്ങൾക്ക് അറിയണ്ടേ? വേറെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റിയ വോയിസ് ക്ലിപ്പ് ഏതാ ഉള്ളേ? കണ്ടെത്തിയത് ഈ ഒരു കർണാടകത്തിലെ ആ കേസ് റഫീഖിനെ പറഞ്ഞതും അല്ലാണ്ട് അങ്കമാലി CCTV കണ്ടു ടീമിനോട് വിളിച്ചിട്ട് അവിടെ കുറച്ച് ആളാക്കി തരണം എന്ന് പറഞ്ഞത് ആളായിട്ട് വീഡിയോ വരുന്നത്. നീ എന്തെന്നാണോ കണ്ടെത്തിയത്? ഈ ഒരു കർണാടകത്തിലെ ആ കേസ് റഫീഖിനെ പറഞ്ഞതും അല്ലാണ്ട് അങ്കമാലി CCTV കണ്ടു ടീമിനോട് വിളിച്ചിട്ട് അവിടെ കുറച്ച് ആളാക്കി തരണം എന്ന് പറഞ്ഞതും ഈ പാലക്കാട് മറിച്ചെന്ന് പറഞ്ഞിട്ട് വരുന്ന സംഭവം അല്ലാണ്ട് നീ എന്തെന്നാ നീ എവിടെയാ കണ്ടെത്തിയത്? നിന്നെ വിളിച്ച് പറഞ്ഞല്ലാണ്ട് നീ എവിടെയാ കണ്ടെത്തിയത്? നീ വീഡിയോ ചെയ്ത കാര്യം നീ ഏതെങ്കിലും ഒന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റും? നമ്മള് പറഞ്ഞല്ലാതെ നമ്മള് വിളിച്ചിട്ട് കേട്ടിട്ട് ചെയ്തല്ലാതെ നിനക്ക് ഏതെങ്കിലും ഒന്ന് തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കടാ. തന്നൊക്കെ പറഞ്ഞാൽ തെളിയിക്കുന്നത്. നീ പിന്നെ അതുപോലെ വലിയ ആളെ പോലെ നീ പറഞ്ഞില്ലേ വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് പിരിച്ച് നമുക്ക് തന്നത്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു നീ പിരിച്ചത്. പക്ഷെങ്കില് നീ ഒരു കാര്യം മനസ്സിലായിക്കോ, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നെ എടുത്തിട്ട് ഞാനാ, അല്ലാണ്ട് നീ അത് അകത്താണ് കയറി വന്നല്ല കേട്ടാ. നിന്നെ എടുത്ത് നിനക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടല്ലോന്ന് ചോദിച്ചാൽ നിന്നെ എടുത്തിട്ട് ഞാനാ, അല്ലാണ്ട് നിന്റെ വേറെ ആരും നീ കയറി വന്നല്ല. എന്നിട്ട് നീ അമ്മക്കിട്ടതാക എല്ലാം നമ്മളെ കേട്ടിട്ട് നീ ആക്കിയിട്ടിട്ട് നമ്മക്കിട്ടതാക അല്ലേ? നീ മനസ്സിലാക്കാൻ നിനക്ക് പോന്നേ ഉള്ളൂ. ഇനി തല പോയാലും ശരി, എന്റെ ജീവൻ പോയാലും ശരി, നിന്നെ ഞാൻ വിടൂല. അത് നീ മറക്കണ്ട. ഒരുപാടുണ്ട്, അതൊക്കെ വയ്യ നിങ്ങൾക്ക് കേൾക്കാം. ഈ ചാനലിൽ കൂടിയല്ല, നല്ല ഫേമസ് ആയ ചാനലിൽ കൂടി തന്നെ നിങ്ങൾക്ക് കേൾക്കാം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ എന്താ പറയേണ്ട, അടുത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി തരും എന്ന് വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.